വർഷം മുൻപാണ് 2023 ഡിസംബറിൽ കൊല്ലം ചിതറയിൽ അൻസാരി എന്നയാളുടെ വീട്ടിൽ നിന്ന് വാറ്റുപകരണങ്ങൾ പിടികൂടി. 42 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് അൻസാരി തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മൊബൈൽ ഫോണും കാണാനില്ല. പോലീസിൽ പരാതിയെത്തി 2 തവണ അന്വേഷിച്ചു. കോടതി ഇടപെട്ടു. തുമ്പുണ്ടാകാതിരുന്ന ഇടത്തുനിന്ന് 1 വർഷം കഴിഞ്ഞ് ആ ഫോൺ ബെല്ലടിച്ചു. മോഷ്ടാവ് ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജു. വേലി തന്നെ വിളവ് തിന്നു. 2023 ഡിസംബറിലാണ് ചിതറ മാങ്കോട് സ്വദേശി അൻസാരിയുടെ വീട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. വീട്ടിൽ നിന്ന് മാറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടെ പിടികൂടി. അൻസാരി 42 ദിവസം റിമാൻഡിൽ കഴിഞ്ഞു. ജാമ്യം ലഭിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്വർണ്ണമടക്കമുള്ളവ നഷ്ടമായത് കണ്ടെത്തിയത്. 5 പവന്റെ മാലയും 10 ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും മൊബൈൽ ഫോണും വില കൂടിയ ടോർച്ചും നഷ്ടമായി. അവൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ വീട്ടിൽ മൊത്തം സാധനങ്ങളും വാരി വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു, ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ പറയുന്നു. നമുക്കും അറിയത്തില്ല. ഇതിൽ എക്സൈസ് ആളുടെ പങ്കുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാവത്തില്ല, ആരും ഇതിലൊരു പങ്കുണ്ട്. വീടിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്ന അയൽവാസികളെയായിരുന്നു സംശയം. ചിതറ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ല. അൻസാരി കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവ് പ്രകാരം വീണ്ടും അന്വേഷണം നടത്തി. 2ാം അന്വേഷണത്തിലും വ്യക്തമായ തുമ്പ് ലഭിച്ചില്ല. കേസന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പോലീസ്. അതിനിടെയാണ് സംഭവത്തിലെ ട്വിസ്റ്റ്. അൻസാരിയുടെ നഷ്ടമായ മൊബൈൽ ഫോൺ 12 മാസങ്ങൾക്ക് ശേഷം ഓണായി. ഫോണിലെ നമ്പർ തേടി നടത്തിയ അന്വേഷണത്തിൽ പോലീസ് പോലും ഞെട്ടി. ഫോണിൽ ഉപയോഗിച്ചിരുന്നത് അന്വേഷണ സംഘത്തിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജുവിന്റെ പേരിലുള്ള സിം. ഉടൻ തന്നെ ഷൈജുവിനെയും ഫോണും കസ്റ്റഡിയിലെടുത്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ മോഷണക്കുറ്റം സമ്മതിക്കാൻ പ്രതി തയ്യാറായിട്ടില്ല. സ്വർണം മോഷ്ടിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഇയാളുടെ മറുപടി. ഷൈജു പിടിയിലായതോടെ സംശയത്തിന്റെ നിഴലിലുണ്ടായിരുന്ന അയൽവാസികൾ ആശ്വാസത്തിലാണ്. സ്വാഭാവികമായിട്ടും എന്നിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സക്കീർ, ഞങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണത് സംഭവിച്ചത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇതിനിങ്ങനെ സംഭവം ഉണ്ടാകരുത്. അതിനു വേണ്ടിയുള്ള നടപടി, ശക്തമായ നടപടി അദ്ദേഹത്തിനെതിരെ ചെയ്യണം. അൻസാരിയുടെ വീട്ടിൽ പരിശോധന നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥ സംഘം സംശയത്തിന്റെ നിഴലിലാണ്. ഇവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. മോഷണത്തിൽ റെയ്ഡ് നടത്തിയ സംഘത്തിന് പങ്കുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്ന് ചിതറ പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.